നമസ്കാരം. മലയാളികളുടെ നിത്യഹരിത നായകൻ ചിറയിൻകീഴ് അബ്ദുൽ ഖാദർ എന്ന പ്രേം നസീർ. പ്രേം നസീർ വിട പറഞ്ഞിട്ട് ഇന്ന് 35 വർഷം തികയുന്നു. 3.5 പതിറ്റാണ്ട്. മന്ത്രമോതിരം, മായമോതിരം, ഇന്ദ്രജാല കല്ലുമോതിരം, പൂക്കളെ അപ്സര സ്ത്രീകളാക്കും, ഇത് ഭൂമിയെ സ്വർഗമാക്കും. മലയാള സിനിമയിലേക്ക് കടന്നു വന്ന അബ്ദുൽ ഖാദർ എന്ന 22-കാരനെ പ്രേം നസീർ എന്ന് പുനർനാമകരണം ചെയ്യുമ്പോൾ മലയാളത്തിലെ ആദ്യ സൂപ്പർ താരം എന്നറിയപ്പെടുന്ന തിക്കുറിശ്ശി സുകുമാരൻ നായർ ഒരുപക്ഷെ അറിഞ്ഞു കാണില്ല താൻ തിരുത്താൻ പോകുന്നത് മലയാള സിനിമ ചരിത്രത്തെയാണെന്ന്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട പ്രേം നസീർ വിടവാങ്ങിയിട്ട് 3.5 പതിറ്റാണ്ട് തികയുമ്പോഴും പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും അദ്ദേഹം നിത്യഹരിത നായകനായി തിളങ്ങി നിൽക്കുകയാണ്. ഒരു കാലത്ത് മലയാളിയുടെ സൗന്ദര്യ സങ്കല്പത്തിന്റെ കാമുക ഭാവത്തിന്റെ അവസാന വാക്കായിരുന്നു പ്രേം നസീർ. നിറഞ്ഞ ചിരിയുമായി വെള്ളിത്തിരയിലെത്തി പൊടിമീശക്കാരനായി തിളങ്ങി നിന്ന പ്രേം നസീർ. അദ്ദേഹം മലയാള സിനിമയുടെ ചരിത്രത്തെ മാറ്റിയെഴുതി. 4 പതിറ്റാണ്ട് കാലത്തെ അഭിനയ ജീവിതം, വേഷമിട്ടത് 800-നടുത്ത് സിനിമകളിൽ. അദ്ദേഹത്തിന്റെ ആകാര ഭംഗിയും കലയോടുള്ള അഭിനിവേശവും സഹാനുഭൂതി നിറഞ്ഞ മനസ്സും മലയാളികളുടെ ഹൃദയത്തിൽ നസീറിന് പകരക്കാരനില്ലാതാക്കി. കാലഘട്ടത്തിന്റെ പ്രതീകമായി പ്രേം നസീർ എന്നും മലയാളിയുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു. നിരവധി റെക്കോർഡുകളും ഈ നടന് മാത്രം സ്വന്തം. ഒരേ നായികയോടൊപ്പം തുടർച്ചയായി അഭിനയിച്ചതിലായിരുന്നു ആദ്യത്തെ ഗിന്നസ് റെക്കോർഡ്. 724 സിനിമകളിലെ നായകൻ എന്ന ഗിന്നസ് റെക്കോർഡും ഈ നായകന് സ്വന്തം. അങ്ങനെ എണ്ണിയാൽ തീരാത്ത അംഗീകാരങ്ങൾ. മലയാളത്തിന്റെ 4ാം തലമുറയും പ്രേം നസീർ എന്ന നടനെ ആസ്വദിക്കുന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. ചിറയിൻകീഴിൽ അക്കോട് ഷാഹുൽ ഹമീദിന്റെയും അസ്മാബിയുടെയും മകനായി 1926 ഏപ്രിൽ 7-നായിരുന്നു അബ്ദുൽ ഖാദറിന്റെ ജനനം. ബിസിനസ്സുകാരനും കലാപ്രേമിയുമായിരുന്നു പിതാവ് ഷാഹുൽ ഹമീദ്. മാതാവ് അസ്മാബിയെ ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ടു. ആലപ്പുഴ SB കോളേജ്, ചങ്ങനാശ്ശേരി SB കോളേജ് എന്നിവിടങ്ങളിൽ നിന്നായി കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷമാണ് നസീർ സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത്. കോളേജിൽ പഠിക്കുമ്പോൾ പങ്കെടുത്ത അഭിനയ മത്സരത്തിന്റെ വിധികർത്താവാണ് അദ്ദേഹത്തിന് ആദ്യമായി സിനിമയിൽ അവസരം നൽകുന്നത്. 1951 ചിത്രീകരണം ആരംഭിച്ച ത്യാഗസീമയായിരുന്നു ആദ്യ ചിത്രം. എന്നാൽ ഈ ചിത്രം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. രണ്ടാമതായി അഭിനയിച്ച മരുമകൾ എന്ന സിനിമയും വിജയം കണ്ടില്ല. 1952 പുറത്തിറങ്ങിയ വിശപ്പിന്റെ വിളി എന്ന ചിത്രം അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായി. അഭ്രപാളിയിൽ അന്നുവരെ കണ്ടിട്ടില്ലാതിരുന്ന അഭിനയ ശൈലിയും സൗന്ദര്യവും പ്രേം നസീറിനെ വളരെ പെട്ടെന്ന് തന്നെ ജനപ്രിയ താരമാക്കി മാറ്റി. 50കളിലെയും 60കളിലെയും മലയാള സിനിമയ്ക്ക് പ്രേം നസീർ സമ്മാനിച്ച യുവത്വത്തിന്റെ പ്രസരിപ്പ് വർണ്ണനകൾക്കും അതീതമാണ്. മരുമകൾ മുതൽ ധ്വനി വരെ 781 സിനിമകളിൽ അദ്ദേഹം വേഷമിട്ടു. 672 മലയാള ചിത്രങ്ങളിലും 30-ൽ പരം തമിഴ് സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചു. ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച നടൻ, ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകനായി അഭിനയിച്ച നടൻ, ഒരേ നടിക്കൊപ്പം ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായകനായി അഭിനയിച്ച നടൻ. അങ്ങനെ എത്ര വിശേഷണങ്ങളാണ് നമ്മുടെ പ്രേം നസീറിനുള്ളത്. 50കളിൽ തുടങ്ങിയ അഭിനയം കടന്നുപോയത് നിരവധി ഭാവങ്ങളിലൂടെയാണ്. അച്ചടക്കമുള്ള മകനായി, പ്രണയത്തിന്റെ സകല ഭാവങ്ങളും നിറഞ്ഞ കാമുകനായി, എല്ലാം തികഞ്ഞ ഭർത്താവായി, ഏറ്റവും സ്നേഹനിധിയായ അച്ഛനായി, എല്ലാം തകർന്നുപോയ കാമുകനായി. ഇതിനെല്ലാം അപ്പുറത്ത് കേട്ടുപതിഞ്ഞ എത്രയെത്ര ചരിത്ര വേഷങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പകർന്നാടി. 32 വർഷം എതിരാളിയില്ലാതെ മലയാള സിനിമയിൽ പ്രേക്ഷക ഹൃദയത്തിൽ നിറഞ്ഞു നിന്നു അദ്ദേഹം. ഇരുട്ടിന്റെ ആത്മാവ്, അടിമകൾ, കള്ളിച്ചെല്ലമ്മ, അസുരവിത്ത്, അനുഭവങ്ങൾ പാളിച്ചകൾ, പടയോട്ടം, കരിപുരണ്ട ജീവിതങ്ങൾ, വിട പറയും മുൻപേ, കാര്യം നിസ്സാരം, തേനും വയമ്പും, ധ്വനി തുടങ്ങിയ സിനിമകൾ അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ എടുത്തു പറയേണ്ട മുഹൂർത്തങ്ങളാണ്. മലയാള സിനിമയിലെ ആദ്യ സൂപ്പർ താരം ആരെന്ന ചോദ്യത്തിന് രണ്ടാമതൊരു ഉത്തരമില്ല എന്ന് തന്നെ പറയാം. എത്രയൊക്കെ താരങ്ങൾ വന്നു പോയാലും പ്രേം നസീറിന്റെ സിംഹാസനം ഒഴിഞ്ഞിരിക്കുമെന്ന് സിനിമാ പ്രേമികൾ ഇന്നും പറയുന്നത് അതിനുദാഹരണമാണ്. 1951 തുടങ്ങിയ സിനിമാ പ്രയാണം 1988 ധ്വനിയിലൂടെ അവസാനിച്ചു. 35 തമിഴ് ചിത്രങ്ങളുടെ ഭാഗമായി എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതിൽ 25 എണ്ണമാണ് റിലീസായത്. മലയാളത്തിലെ ആദ്യ സിനിമാസ്കോപ്പ് ചിത്രമായ തച്ചോളി അമ്പുവിലും ആദ്യ 70mm ചിത്രമായ പടയോട്ടത്തിലും പ്രേം നസീർ ഉണ്ട്.
അദ്ദേഹം തന്നെയാണ് ഈ രണ്ട് ചിത്രങ്ങളിലും നായകൻ. 1989 ജനുവരി 16 മലയാളികൾക്ക് നൊമ്പരമേറിയ ആ ദിനം പുലർന്നത്. മലയാളത്തിൻ്റെ നിത്യഹരിത നായകൻ വെള്ളിത്തിരയ്ക്ക് അപ്പുറത്തേക്ക് യാത്ര പോയ ദിവസം. ചെന്നൈയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. തിരുവനന്തപുരത്ത് എത്തിച്ച മൃതദേഹം ഏറ്റുവാങ്ങാൻ മുന്നിലുണ്ടായിരുന്നത് മലയാളത്തിൻ്റെ മമ്മൂട്ടിയും മോഹൻലാലുമാണ്. ഒരുപക്ഷെ തൻ്റെ സിംഹാസനവും ചെങ്കോലും യോഗ്യരായ 2 പേരുടെ ചുമലിൽ ഏൽപ്പിച്ചുകൊണ്ടായിരിക്കും ആ മഹാപ്രതിഭ വിട പറഞ്ഞത്. നസീറിനെ കുറിച്ച് പറയാതെ മലയാള സിനിമ പൂർണ്ണമാവില്ല. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ മഹത്വവും. നസീറിൻ്റെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞതുപോലും ഭാഗ്യമായി കാണുന്ന ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ മതി ആ ജീവിതം സാർത്ഥകമാക്കാൻ. ഓർമ്മപ്പൂക്കൾ. കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു, കണ്ണീരുമൊലിപ്പിച്ചു കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ